നമസ്കാരം. ചാണക്യഗുരുവിന്റെ ഈ ഉപദേശങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും, തീർച്ച. ഭാവനയിൽ മാത്രം കണ്ടത് പ്രാപ്തമാക്കാൻ വേണ്ടി കൈവശമുള്ളത് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരുപക്ഷെ രണ്ടും നഷ്ടപ്പെടാൻ അത് ഇടയാക്കിയേക്കാം. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന പഴഞ്ചൊല്ലിനെ സാധൂകരിക്കുന്ന ഒരു വിഷയമാണ് ഗുരു ചാണക്യൻ അവതരിപ്പിക്കുന്നത്. അധ്വാനിക്കാതെ എപ്രകാരം നേട്ടമുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരെ ഇന്ന് നമുക്ക് കാണാം. ദേഹമനങ്ങാതെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്ന സാമൂഹ്യ ദ്രോഹികളുടെ ബാഹുല്യം നമ്മുടെ സമൂഹത്തെ വിഷലിപ്തമാക്കുന്നു. നമ്മുടെ നാട്ടിൽ നിത്യേന എന്നോണം ഒരു ശമനവുമില്ലാതെ അരങ്ങേറുന്ന തട്ടിപ്പുകഥകൾ മെയ്യനക്കാതെ സമ്പാദിക്കുന്ന പണത്തിന്റെ വ്യാപ്തി വെളിവാക്കുന്നു. അഴിമതിയിലൂടെയും അനാശ്വാസ്യ മാർഗങ്ങളിലൂടെയും കുന്നുകൂടുന്ന പണം ഇത്തരം തട്ടിപ്പുകൾക്ക് വളക്കൂറുള്ള മണ്ണായി നമ്മുടെ രാജ്യത്തെ മാറ്റിയിരിക്കുകയാണ്. പകലന്തിയോളം അധ്വാനിച്ച് ലഭിക്കുന്ന പണം മുഴുവൻ മദ്യവെച്ച് ചെലവാക്കി നിത്യദാരിദ്ര്യത്തിലേക്കും അവസാനം ആത്മഹത്യയിലും അഭയം തേടുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ അനുദിനം കാണുന്നു. നാം അധ്വാനിച്ച് വേണം സമ്പത്തുണ്ടാക്കാൻ. അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പണം ദുർവ്യയം ചെയ്യാൻ മടിയുണ്ടാവും. നമ്മുടെ അധ്വാന ഫലം സംതൃപ്തിയോടെ വിനിയോഗിച്ച് ജീവിക്കുകയാണ് അഭികാമ്യമെന്നാണ് ഗുരു ചാണക്യൻ ഉപദേശിക്കുന്നു. അമിതമായ ധനാസക്തി നമ്മെ നാശത്തിലേ എത്തിക്കത്തുള്ളൂ. നമ്മുടെ ഇന്നത്തെ യുവതലമുറയ്ക്ക് ചാണക്യൻ നൽകുന്ന ഈ ഉപദേശം തീർച്ചയായും പ്രയോജനപ്പെടും. എന്തെന്നാൽ വിശ്വസ്തനല്ല എന്ന് തോന്നുന്നയാളെ സുഹൃത്തെന്ന് കരുതാതെ ഉടൻ തന്നെ ഉപേക്ഷിക്കണം. വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ബോധ്യപ്പെടുന്ന ആരോടും യാതൊരു രഹസ്യങ്ങളും വെളിപ്പെടുത്തരുത്. അപ്രകാരമുള്ള രഹസ്യങ്ങൾ അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഒരു ആയുധമായി തീരും. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നാം വളരെയധികം ജാഗ്രത കാണിക്കണമെന്നാണ് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സുഹൃത്ത് ബന്ധം ഉപകാരത്തെക്കാൾ അധികം ഉപദ്രവങ്ങളും ഉണ്ടാക്കാം എന്ന വസ്തുത വളരെ ഗൗരവത്തോടെ നാം കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഊഷ്മളമായ സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് തക്കതായ കാരണം ഉണ്ടെങ്കിൽ പോലും ഒരാളെ ഒഴിവാക്കുക എന്നത് നമുക്കെല്ലാം വിഷമുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വന്നു ചേരുവാണെങ്കിൽ യാതൊരു പ്രയാസവും വിചാരിക്കാതെ അയാളെ ഒഴിവാക്കുവാൻ നാം തയ്യാറാകണം. അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിലും വലിയ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാം. നമ്മോട് അയാൾ പുലർത്തുന്ന ബന്ധം വഴി നമുക്ക് ധാരാളം വിഷമങ്ങൾ സൃഷ്ടിക്കുവാൻ അവിശ്വസ്തനായ ഒരു സുഹൃത്തിന് കഴിയും. നാം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നമ്മിൽ നിന്ന് കൂടുതൽ രഹസ്യങ്ങൾ ചോർത്താൻ അയാൾ ശ്രമിക്കുമെന്നതിൽ സംശയമില്ല. നമ്മുടെ ഓരോ രഹസ്യങ്ങളും ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ നമുക്കെതിരായ ആയുധങ്ങളായി തീരും എന്നുറപ്പാണ്. സ്നേഹത്തിൽ അടുത്തുകൂടി നമ്മുടെ വിശ്വാസം തേടി നമ്മുടെ രഹസ്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്ത് എത്ര പേരുടെ മാനാഭിമാനങ്ങൾ നഷ്ടപ്പെടുകയും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പീഡന കഥകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ചാണക്യന്റെ ഉപദേശം സർവാത്മന സ്വീകരിക്കാൻ ഇന്നത്തെ യുവതലമുറ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ തയ്യാറായാൽ നന്ന്. അദ്ദേഹം ജീവിച്ചിരുന്ന 2000 കൊല്ലത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലും 21ാം നൂറ്റാണ്ടിലും ഒരുപോലെ പ്രസക്തമായ കാര്യങ്ങളാണ് നമ്മുടെ വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത്.